ഹായ്. കുറേ നേരം കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് വയ്യ, മതി, റീടേക്ക് എടുത്ത് വയ്യാണ്ടായി. അപ്പം ഞാനിനി വരണ പോലെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഒന്നും വിചാരിക്കരുത്. അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സിൻ്റെ പുതിയൊരു പ്രോഡക്റ്റാണ്. ഇത് വന്നിട്ട് പുട്ടുപൊടിയാണ്, സ്റ്റീംഡ് പുട്ടുപൊടിയാണ്. സ്റ്റീംഡ് പുട്ടുപൊടി എന്താന്ന് പറഞ്ഞാൽ മില്ലറ്റിന് നമ്മൾ 8 മണിക്കൂർ കുതിർത്താൻ വെക്കുക. റാഗി, തിനെ, കമ്പ്, പിന്നെ വന്നിട്ട് കുറുവ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റൈസും കൂടിയിട്ട് 8 മണിക്കൂർ കുതിർത്താൻ വെച്ച ശേഷം നമ്മളിതിനൊന്ന് സ്റ്റീം ചെയ്യും. സ്റ്റീം ചെയ്ത ശേഷം നമ്മളിതിന് പൊടിച്ചിട്ട് ഒന്ന് വറക്കും. അപ്പോൾ നമ്മൾ പണ്ട് കാലങ്ങളിൽ വറുത്തിട്ടാണല്ലോ ഇത് പുട്ടുപൊടി എന്തൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യത്തിൻ്റെ മീനിങ് അതാണ്. നല്ല ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ നമ്മൾ അതേ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ മില്ലറ്റ് പുട്ടുപൊടിയാണ്. അപ്പോൾ റൈസ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പുട്ടുപൊടിയും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഷുഗറും കാര്യങ്ങളും എല്ലാം ആണല്ലോ. അപ്പോൾ മാക്സിമം റൈസ് ഒഴിവാക്കാൻ ഡോക്ടർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ റൈസ് മാക്സിമം ഒഴിവാക്കാം. അതിൻ്റെ പകരം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക, നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുക. കളറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. പ്യുവർ ഹോം മെയ്ഡാണ്. എൻ്റെ മക്കൾക്ക് എന്താണോ കൊടുക്കുന്നത് അതാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ ആദ്യത്തിൽ നമ്മൾ വന്നിട്ട് ഹെൽത്ത് മിക്സ് കൊണ്ടുവന്ന്, അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ ABC മാൾട്ട്, ഇൻസ്റ്റൻറ്റ് ABC മാൾട്ട് കൊണ്ടുവന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ എന്താ പറയുക, ഇത് ചോക്ലേറ്റ് ഹെൽത്ത് മിക്സ്, ഇൻസ്റ്റൻറ്റ് ചോക്ലേറ്റ് ഹെൽത്ത് മിക്സ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റായ ആദിമ മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ്. ഇതാണെങ്കിൽ നമ്മൾ പുട്ടിൽ ചേർക്കാം, അതേപോലെ ദോശമാവിൽ ചേർക്കാം, അതേപോലെ എല്ലാത്തിലും ചേർത്ത് യൂസ് ചെയ്യാം കേട്ടോ. ചില കാര്യങ്ങൾ കുറേ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. അതല്ലാതെ ചിലവർ വന്നിട്ട് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാകും, പിന്നെ ഇപ്പോൾ ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് യൂസ് ചെയ്ത് അങ്ങനെ തന്നെ വെച്ചു എന്ന് പറയും. അപ്പോൾ ഇത് കുറുക്കായിട്ട് തന്നെ കഴിക്കണമെന്നില്ല. നമ്മളിപ്പോൾ റാഗി ദോശ ഉണ്ടാക്കുമ്പോൾ റാഗിൻ്റെ കുറച്ച് കളർ ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്കത് എനിക്ക് തന്നെ പറ്റില്ല, 2 ദോശയൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ. ഇതാകുമ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞാൽ ആ കളർ അറിയില്ല, ഗോൾഡൻ കളറിലാണ് വരിക. ദോശമാവിലൊക്കെ ചേർത്തെന്ന് പറഞ്ഞാൽ, അതേമാതിരി ചപ്പാത്തി മാവിലൊക്കെ ചേർത്തെന്ന് പറഞ്ഞാൽ അറിയാറില്ല. അതേമാതിരി പുട്ടിലാണെങ്കിലും ചേർക്കുക, കുഴപ്പമില്ല. ഏതിലാണെങ്കിലും ഇപ്പോൾ അട ഉണ്ടാക്കുകയാണെങ്കിലും എന്തിലാണെങ്കിലും കുറച്ച് ചേർത്തിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. പ്യുവറായിട്ടുള്ള ഹോം മെയ്ഡ് പ്രോഡക്റ്റാണ്. കഴുകി വാഷ് ചെയ്ത് അത്രയും വൃത്തി ആയിട്ടാണ് ചെയ്യുന്നത്, അത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നല്ല സാധനങ്ങൾ കുറച്ച് അറിയാതെങ്കിലും ഉള്ളിലേക്ക് കൊണ്ടുപോയത്, അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അറിയാതെങ്കിലും ഉള്ളിൽ കൊണ്ടുപോവുക. അതേമാതിരി നല്ലൊരു ഹെൽത്തി ഫുഡാണ്. അപ്പോൾ നമ്മൾ ഇത് റെഗുലറായിട്ട് എടുത്തു വന്നാൽ മാത്രമാണ് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും കിട്ടുള്ളൂ. അല്ലാണ്ട് 2 ദിവസം എടുത്തു 3 ദിവസം എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ റെഗുലറായിട്ട് കൊണ്ടുവരണം. അപ്പോൾ പിന്നെ ഇത്രയും മില്ലറ്റിൻ്റെ ഒരു കൂട്ടാണ്. അപ്പോൾ 1 സ്പൂൺ എടുത്താൽ തന്നെ അത് നമ്മൾക്ക് 2 സ്പൂൺ എടുത്താൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. റെഗുലറായിട്ട് എടുത്തിട്ട് വരുമ്പോൾ അതിന്